മലബാറിൽ വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു വ്യായാമ കൂട്ടായ്മയുണ്ട്. ആ വ്യായാമ കൂട്ടായ്മയുടെ പേര് MEX7 എന്നാണ്. ഈ MEX7 എന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ CPM-ഉം സമസ്ത AP വിഭാഗവും, EK വിഭാഗമല്ല AP വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ MEX7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നും സമസ്ത നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. MEX7 പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്ന് CPM-ഉം ആരോപിച്ചിട്ടുണ്ട്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ടവരും കൂട്ടായ്മയിൽ ഉണ്ടെന്നുമാണ് MEX7 അധികൃതരുടെ വിശദീകരണം. നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കേട്ടു. ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. നോക്കുമ്പോൾ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിൻ്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളുടെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്, ഞങ്ങളെത്തിയത്. അതെ. അപ്പൊ നോക്കുമ്പോ 2 ആളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല. തുറസായ സ്ഥലത്ത്, പൊതു സ്ഥലത്ത് മാസം എന്തായി ഏർപ്പാട്? അതെ, ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു. പുതിയ പദ്ധതികൾ, വ്യായാമം, കളരി, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക. ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ വിട്ടുപോയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവരുമായി അടുത്താൽ ഈമാൻ നശിച്ചു പോകുമെന്നാണ് വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. ഒരു ഫർദും സുന്നത്തും അല്ലാഹ് സ്വീകരിക്കൂല. ഇത് തുറന്നു പറഞ്ഞ ആളാണ് AP മുഹമ്മദ് മുസ്ലിയാർ. അതുകൊണ്ടാണ് AP മുഹമ്മദ് മുസ്ലിയാരോട് സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹം. Justice. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വ്യായാമം ചെയ്താൽ ഫാറ്റ് കുറയും, പക്ഷേ MEX7 പോയി വ്യായാമം ചെയ്താൽ ഇമാൻ കുറയും എന്നാണ് AP വിഭാഗം പറയുന്നത്. അങ്ങനെ കുറയൂ? എന്താണ് സംഭവം എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. BS സഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്. ഈ മൾട്ടി എക്സസൈസ് കോമ്പിനേഷനാണ് MEX7 എന്ന് പറയപ്പെടുന്നത്. 21 വ്യായാമ മുറകൾ 7 വിഭാഗങ്ങളിലായിട്ട് 21 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഇതിൻ്റെ അധികൃതർ പറയുന്നത്. സ്ത്രീകളുടേതടക്കം വലിയ കൂട്ടായ്മകൾ, വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിയാണ് ഇവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. നമ്മൾ VS സഞ്ജിത്ത് അടുത്തിടെ MEX7 അംഗത്വം എടുത്തു എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ തടിയൊക്കെ ഇച്ചിരി കുറയുന്നുള്ളൂ, നമുക്കൊന്ന് കാണാം. VS സഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS സഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. MEX7 താങ്കൾ എക്സസൈസ് ചെയ്ത് തുടങ്ങിയെന്ന് കേട്ടു. ഗുഡ് മോർണിംഗ്. MEX7 ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. ഇവരോട് ചോദിച്ചിട്ട് ഇവര് എന്ത് തരം എക്സസൈസ് ആണ് ചെയ്യുന്നത്, വയറ് കുറയ്ക്കുമെന്ന് അറിഞ്ഞിട്ട് ഇവരെ കൂടെ കൂടാന്ന് വിചാരിക്കുന്നു. ഏതായാലും വലിയ ആരോപണമാണ് ഈ അടുത്ത കാലത്ത് ഈ MEX7 ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് AP വിഭാഗത്തിന്റെ പേരോട് ഉസ്താദിനെ പോലെ സമസ്തയുടെ സെക്രട്ടറി തന്നെ നേരിട്ട് വന്ന് ഇതൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ഈമാൻ കുറയ്ക്കുന്ന പരിപാടിയാണ് എന്ന് പറയുന്നു. അതുപോലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നു ഇത് ജമാഅത്തെ ഇസ്ലാമി വഴി NDF-ലേക്കും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിലേക്കൊക്കെ ആളെ കൂട്ടാനുള്ള പരിപാടിയാണെന്ന് പറയുന്നു. ഏതായാലും മലബാറിൽ ഈ MEX7 പോലുള്ള കൂട്ടായ്മകൾ, വ്യായാമ മുറകൾ പരിശീലിപ്പിച്ച് വിവിധ പ്രായത്തിലുള്ള ആളുകൾ എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഏതായാലും ഇവരോട് തന്നെ ചോദിക്കാം, നിങ്ങളുടെ ഒരു വ്യായാമ മുറകളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് ഈ കൂട്ടായ്മ ശരിക്കും രൂപപ്പെട്ടു വന്നത്? ഈ ബീച്ചിലെ കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും രൂപപ്പെട്ടത്? ബീച്ചിൽ ഇത് MEX7 ഹെൽത്ത് ക്ലബ്ബ് എന്നുള്ളത് 2012 ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ അദ്ദേഹം 2 വർഷം യോഗ നടത്തി. അപ്പോൾ ആളുകൾക്ക് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ജനറലായിട്ടുള്ള ഒരു എക്സസൈസ് അദ്ദേഹം മെലത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നതാണ്. 2022 ഈ ഒരു കൂട്ടായ്മ പെരുവള്ളൂർ പ്രൊഫഷണലായിട്ട് ഞങ്ങൾ തുടങ്ങി. ഞങ്ങളിത് ശിവാനന്ദേട്ടനെ പോലുള്ള ആളുകളെല്ലാവരും കൂടി പെരുവള്ളൂർ പഞ്ചായത്ത് കൂടിയിട്ട് പ്രൊഫഷണലായിട്ട് ഞങ്ങൾ അദ്ദേഹം വന്ന്
ജനങ്ങളിലേക്ക് ഈ ആരോഗ്യ സംസ്കാരം വ്യാപിപ്പിക്കണം. എല്ലാ ജാതി മതങ്ങളും രാഷ്ട്രീയക്കാരും ഒരുമിക്കുന്ന, പല പ്രൊഫൈലുള്ള ആളുകൾ ഒരുമിക്കുന്ന ഒരു 21 മിനിറ്റ് വ്യായാമം, 21 മിനിറ്റ് വ്യായാമം മാത്രം, മറ്റൊന്നുമില്ല. പേരോട് ഉസ്താവ് പറയുന്ന ഈ വ്യായാമം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക മതവിഭാഗത്തിൻ്റെ ചില പ്രാർത്ഥനകളൊക്കെ ആവാം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇല്ല, തീർച്ചയായിട്ടും അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അവരുടെയൊക്കെ വിശ്വാസാദർശത്തിനെ എതിർക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നാണ്. അതൊക്കെ പുറത്തുനിന്നുള്ള സംശയങ്ങളാണ്. ഞങ്ങളെല്ലാവരോടും പറഞ്ഞത് ഇതിലേക്ക് കടന്നു വന്നിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആശയം പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഞങ്ങൾ ആ വിമർശകരെ ആരെയും ഞങ്ങളിതിൽ സുന്നികളായിട്ടുള്ള ആളുകളുണ്ടോ? ഇത് കാലിക്കറ്റ് ബീച്ചിൻ്റെ 100-ാം ദിവസമാണ് ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ലീഡേഴ്സ് ഇന്നാണ് ഞാൻ മനസ്സിലാക്കി അവരെ രാഷ്ട്രീയം എന്താണെന്ന്. ഇത് കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജേക്കബാണ്. ഇത് SNDPൻ്റെ സ്റ്റേറ്റ് എന്തായാലും ശിവാന്തേട്ടൻ. ഞാൻ SNDP യൂണിയൻ്റെ തിരൂർ യൂണിയൻ സെക്രട്ടറിയാണ്. അങ്ങനെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിലേക്ക് ആകർഷിച്ചത് ഈ ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഇടപെടലിൽ അതിലുള്ള സംതൃപ്തിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM സായർ MLൻ്റെ മകൻ കൂടിയാണ് അല്ലേ? ലീഗ് ഞാൻ ലീഗ് ആശയക്കാരനാണ്. ഇത് അവിടെ കോൺഗ്രസിൻ്റെ INTUCൻ്റെ നേതാവാണ് പ്രശാന്തേട്ടൻ. പിന്നെ CPMൻ്റെ കലാ സാംസ്കാരിക സംഘടനയുടെ എല്ലാത്തിൻ്റെ ലീഡറാണ് രമേശ് ഏട്ടൻ. ലോക്കൽ കമ്മിറ്റി മെമ്പർ, CPM ലോക്കൽ കമ്മിറ്റി. ഞാൻ CPM ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. കയറ്റൂരിക്കൽ ഒക്കല്ല വെല്ലിങ്ങൽ ചുമടുത്തൂരാണ്. CITൻ്റെ അരിലോണ്ട് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം. ജാതി മതഭേദമന്യേ അല്ലെങ്കിൽ എല്ലാവരും കൂടി, എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ജാതിക്കാരും ഒരുമിച്ച് ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ഏക സംഭവം മെക്സവനാണ്. ഈ ജമാഅത്ത് ആശയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഇതിൽ എല്ലാ ആശയക്കാരുണ്ട്. ഞാൻ AP വിഭാഗത്തിൻ്റെ ആശയത്തിൽ നിൽക്കുന്ന, അതിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളെ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ, ഒരു 10ഓളം സ്ഥാപനം കാര്യം അറക്കൽ ബാവ, ഞാനാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഈ കാര്യത്തെ പ്രൊഫഷണലായിട്ട് പ്രചരിപ്പിക്കുന്നതിൽ ഞാൻ സലാഹു സാറാണ് എന്നെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തത്. ആദ്യം ഞങ്ങളെ ഗ്രാമപഞ്ചായത്താണ് തിരഞ്ഞെടുത്തത്. ഇതിനിങ്ങനെ വൈറലായിട്ട് വ്യാപിച്ചത് ഇതിലേക്ക് വരുന്ന ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് അവരവരെ നാട്ടിൽ കൊണ്ടുപോയി ചെയ്യുകയാണ്. ഇതിൽ യാതൊരുവിധ മതം ജാതി ചിന്തകൾ കടന്നു വരാൻ അനുവദിച്ചില്ല. ഇനി ഇത് ദേശത്തിനായി, രാജ്യത്തിനായി കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്, അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യമായിട്ട് ഇത് പ്രവർത്തിക്കുന്ന മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഭക്ഷണ സംസ്കാരം ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും രോഗം കൂടുതലുണ്ടാവുകയും വ്യായാമക്കുറവ് അവരെ ബാധിക്കുകയും ചെയ്യുമ്പം കടന്നു വരികയാണ്. അപ്പോൾ ഒരുപാട് പ്രഭാത വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പല പ്രിയപ്പെട്ട പല നേതാക്കളും പല ആളുകളും ഇതേപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, എല്ലാ വിഭാഗവും ജനങ്ങളുടെ രാജ്യം ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു സംസ്കാരമാണ്. റാൻഡമായിട്ടൊരു ചോദ്യം ചോദിക്കാം, എങ്ങനെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്? ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ വന്നതാണ്. അപ്പം ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ പോകുന്നു. എനിക്കതുകൊണ്ട് ഞാൻ പ്രഷറിൻ്റെ ഗുളിക കുടിക്കുന്ന ഒരാളായിരുന്നു. ഇതിൽ വന്നൊരു മാസം കഴിഞ്ഞപ്പോൾ ഞാനത് ഒഴിവാക്കി. ഇപ്പം ഡെയിലി ആഴ്ചയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്, നോർമലാണ്. ഇതിനകത്തുനിന്ന് ജമാഅത്ത് ആശയം എന്തെങ്കിലും കിട്ടിയോ? ഒന്നുമില്ല. ഒരു മനസ്സിനൊരു സ്വസ്ഥത ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, അത് കൂടിയിരിക്കുന്നു ഇപ്പോൾ. കൂടി. അപ്പോൾ ഇതാണ് ഡോക്ടർ അരുൺ. സ്വാഭാവികമായിട്ടും ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. നവാസ് പൂനൂർ, അതെ, സീനിയർ ജേർണലിസ്റ്റ് ആയിട്ട് നവാസ് പൂനൂർക്ക് ഉണ്ട്. ഇവിടെ വന്ന് ഈമാൻ കുറഞ്ഞായിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആരോഗ്യം വന്നതല്ല, ഇതിനേക്കാൾ പ്രധാനം ആരോഗ്യ സംരക്ഷണം മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിനാണ് വ്യായാമം നടക്കുന്നതെങ്കിലും ഇവിടെ നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യം കൂടി വർദ്ധിക്കുന്നുണ്ട്. ഈ മനസ്സിന് ആരോഗ്യമുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, മനസ്സിന് ആരോഗ്യമുള്ള മനസ്സിൽ ഒരിക്കലും വർഗീയത കടന്നു വരില്ല, ഒരിക്കലും തീവ്രവാദം കടന്നു വരില്ല, ഒരിക്കലും ഭീകരത കടന്നു വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിമർശനം. ഈ വിമർശനങ്ങൾ അവഗണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് CPM പോലൊരു പാർട്ടി, CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഇത്ര ഉത്തരവാദിത്വത്തോടുകൂടി ഒരു പ്രസ്താവന നടത്താനുള്ള കാരണം? വളരെ സിമ്പിളായ കാര്യം, ഈ ഇവിടെ കുറേ മരം കാണുന്നില്ലേ, ആ മരത്തിലേക്ക് ആരെങ്കിലും കല്ലെറിയുന്നുണ്ടോ? ഒരിക്കലും കല്ലെറിയില്ല. കല്ലെറിയ ഫലമുള്ള മരത്തിനേക്കാണ്. ഇവിടെ യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ ഇത്രയും വലിയ ഒരു വ്യാപകമായി വന്ന ഒരു സംഭവമാണ് മാക്സ് 7. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുണ്ട്. ഇതൊന്നും ആരുടെയും സമ്മർദ്ദം ഇല്ലാതെ നടക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു അറിയാതെ ഒരു നുഴഞ്ഞുകയറ്റം നടക്കാനുള്ള സാധ്യത ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒരിക്കലില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ അനുവദിക്കുകയില്ല. അങ്ങനത്തെ ഒരു സംഭവം ഇതിലില്ല. അതിന് നമ്മൾ ബീച്ചിൽ പേരോ രജിസ്റ്ററോ വേണ്ടേ? ഇത് വഴിയിൽ വരുന്ന ആൾക്കാർ ഇതിൽ കയറി രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. നുഴഞ്ഞു കയറാൻ സാധ്യത അപ്പോഴല്ലേ കൂടുതൽ? അതില്ല. അതിനെങ്ങനെ ചാൻസ് വരിക? ഇതിന് അങ്ങനെ ഒരു സിസ്റ്റം ഇതിനില്ലല്ലോ. എക്സസൈസ് എടുക്കുക, പോവുക. പിന്നെ ആകെ ഒരു ഷർട്ടിന് 300 രൂപ വാങ്ങുന്നുണ്ട്. അതൊരു യൂണിഫോമിറ്റിക്ക് വേണ്ടി ചെയ്യാനാണ്. അത് വന്നാലും മെക്സവനാന്ന് മനസ്സിലാവണ്ടേ? അത് രാവിലെ വരുമ്പോൾ പലവരും ആക്സിഡൻ്റ് ആവുന്നുണ്ട്.
ഉറങ്ങിയ ലോറിയൊക്കെ പോയിട്ട് അതിൻ്റെ ശേഷമാണ് ക്യാപ്റ്റൻ പറഞ്ഞ യൂണിഫോം നിർബന്ധമാക്കിയാൽ കൂടുതൽ ആൾക്കാർ മനസ്സിലാവുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഇതിലിപ്പോൾ CPM മാത്രമാണ് ഒരു ഭാരവാഹി മാത്രമാണ് എതിർത്ത്. ഇതിലൊരുപാട് CPM നിങ്ങൾ കണ്ടു. ഇപ്പോൾ CPM ഭരണകക്ഷിയാണ്. അപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് ഇതൊരു അന്വേഷണം നടത്താം. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അന്വേഷണം നടത്തട്ടെ. പറയാനുള്ളത് ഈ സംശയങ്ങൾ ദൂരീകരിക്കണം. ഇതൊരു തുറന്ന പുസ്തകമാണ്. ഓപ്പൺ മൈതാനിയിൽ രാവിലെ ആ നാട്ടിലെ എല്ലാ ജാതി മതസ്ഥരായ ആളുകളും വന്ന് ചെയ്യുന്ന ഒരു സംസ്കാരത്തെ സംശയ നേരിലാക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എതിർക്കുന്നവരും കൂടി കടന്നു വന്ന ഭാഗമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായോ പരസ്യമായോ ഈ വാട്സപ്പിന്റെ വേരുകൾ തേടിപ്പോയപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലേക്കാണ് എത്തിയത് എന്നാണ് CPM-ന്റെ സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെ ഈ ക്യാപ്റ്റൻ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ SDP-യുമായിട്ടോ പോപ്പുലർ ഫ്രണ്ടുമായിട്ടോ? ഈ ക്യാപ്റ്റൻ സലാഹുദ്ദീനിലെ അദ്ദേഹമാണല്ലോ ഇതിൻ്റെ തുടക്കക്കാരൻ. ഇന്നലെ മോഹനമാഷ് പറഞ്ഞു, ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് മോഹനമാഷ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ വേരുകൾ അന്വേഷിച്ച് പോയപ്പോൾ എത്തിയത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത സംഘടന നേതാക്കന്മാരിലേക്കാണെന്നുള്ള. ഈ സലാഹുദ്ദീൻ എന്ന് പറയുന്ന എക്സ് മിലിറ്ററിക്കാരൻ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളുള്ള ആളാണ്? ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം എന്നാണ് ഞാൻ പറയുന്നത്. വളരെ നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ. 50 രൂപ ഇതിന് അദ്ദേഹം ഫീസ് ഈടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഒരു 1.5 കോടി രൂപ അദ്ദേഹത്തിന് മാസം കിട്ടുമായിരുന്നു. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സൗജന്യമായി കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ 40 വർഷത്തോളമായി മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു ഡയറക്ടറാണ് ഞാൻ. മാനേജ്മെൻറ്റ് രീതിയിൽ ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഇത് ജനങ്ങൾക്ക് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടി വരുമോ? ഞാൻ പ്രതിഫലമില്ലാത്തൊരു ഫിലന്ത്രോപ്പിക് ജോബ് ആണ് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കൊടുത്തോളൂ. ലോകത്തെ ജനങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടെ. ലോകത്തെ ജനങ്ങൾ നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ ഒതുക്കരുത് പ്ലീസ്. താങ്ക് യു. അപ്പോൾ ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ, വിവിധ മതക്കാർ. മലബാറിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ കൂടുതലുണ്ടാവും. സ്ത്രീകളും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. സ്ത്രീകളിൽ വനിതാ ലീഗിൻ്റെയൊക്കെ നേതാക്കന്മാരവിടെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള കൂട്ടായ്മയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതായാലും ഈ പ്രസ്താവന നടത്തിയ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് ഒരു പോലീസ് അന്വേഷണമൊക്കെ നടത്തി സ്ഥിരീകരിക്കേണ്ട കാര്യം കൂടിയാണിത്. അരുൺ.